കീമോ സമയത്ത് ഉപയോഗിക്കുന്ന പിക്ക് ലൈനില്ലേ, അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഉപയോഗിക്കുന്ന പിക്ക് ലൈനും കീമോ പോർട്ടും ഒക്കെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ കണ്ടതും എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുറേ അധികം ഫ്രണ്ട്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോസും കണ്ടവർക്ക് അറിയാൻ പറ്റും അല്ലേ. ഞാൻ ഓരോ കീമോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ എനിക്ക് 6 കീമോയാണ് പറഞ്ഞിരുന്നത്. ആദ്യത്തെ 2 കീമോയൊക്കെ വലിയ കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോയി. പക്ഷേ 3ാമത്തെ കീമോ ഞാൻ നന്നായിട്ട് അറിഞ്ഞ് അനുഭവിച്ചൊരു കീമോയാണ് 3ാമത്തേത്. അത് ഞാൻ ഈ ഡിവൈസ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ കീമോ പോട്ടും പിക്ക് ലൈനും ഒക്കെ ഒരു ചികിത്സാ രീതിയൊന്നും അല്ല കേട്ടോ. അതൊരു ചികിത്സയല്ല, അത് ഒരു ഡിവൈസ് മാത്രമാണ്. ചികിത്സയെ എളുപ്പമാക്കാനുള്ള ഒരു ഡിവൈസ് മാത്രമാണത്. അപ്പോൾ ഞാനിതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പിന്നീട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ കീമോ ആയപ്പോഴത്തേക്ക് സാധാരണ ചെയ്യുന്ന പോലെ എൻ്റെ കയ്യിൽ വെയിനിൽ കൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ വെയിനൊക്കെ കൂടെ അങ്ങ് തടിച്ചു. 3ാമത്തെ കീമോയിലാണ് കേട്ടോ. 2 കീമോ കുഴപ്പമില്ലാതെ പോയി. 3ാമത്തെ കീമോ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് വെയിനൊക്കെ കയറി തടിച്ച് പൊങ്ങി പെയിനായിട്ട് ഞാൻ നിലവിളിക്കുമ്പോഴത്തേക്ക് നേഴ്സ് വന്ന് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും ആ പ്രോസസ്സ് തുടങ്ങും. അപ്പോഴത്തേക്ക് വീണ്ടും എനിക്കത് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ പൊങ്ങി തടിച്ചു വന്ന് പിന്നെ വേദന സഹിക്കാൻ വയ്യാതെ നിലവിളിച്ച്. ഇത് തന്നെയായിരുന്നു ആ കീമോയ്ക്ക് കംപ്ലീറ്റ്. അതായത് ഒരു 9-10 മണിക്കൂർ എടുത്തു എൻ്റെ ആ 3ാമത്തെ കീമോ തീരാൻ. ഒരേ കിടപ്പായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ ഇത്രയും നീണ്ട ഒരു പ്രോസസ്സായിരുന്നു. കാരണം കീമോ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ ആ 3ാമത്തെ കീമോ ആയപ്പോഴത്തേക്കും എൻ്റെ വെയിനുകളിൽ കൂടെ അത് കയറുന്നില്ലായിരുന്നു. അത് കയറാൻ വളരെയധികം ഞാൻ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ എൻ്റെ കൂടെ ചെയ്യാൻ കുറേ അധികം പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ ആൾക്കാർ വരുന്നു, കീമോ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ വളരെ ഫാസ്റ്റിലാണ്. അപ്പോഴും ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചിലരുടെ കയ്യിൽ എന്തോ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചിലരുടെ നെഞ്ചിൽ, അവിടെ കൂടിയാണ് മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വേദനയ്ക്കിടയിലും. പിന്നെ ഞാൻ 9-10 മണിക്കൂർ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഓരോ പേഷ്യൻസും പല ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ എൻ്റെ ഡോക്ടർ വിളിക്കുന്നു, റൂബിൻ എന്ത് ചെയ്യണം, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണോ? അപ്പോഴും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് പകുതി ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത വീണ്ടും മാറ്റി വെച്ച് വീണ്ടും ആ സഫറിങ്സ് എന്തായാലും ഓക്കെ, ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വഴിയെ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഞാൻ കിടന്നോളാം, എനിക്ക് വളരെ സ്ലോ ആയിട്ട് ഡ്രോപ്പായിട്ട് കയറ്റിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിൽ കയറ്റി അന്ന് 9-10 മണിക്കൂർ എടുത്തിട്ടാണ് കീമോ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു, റൂബിൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഡോക്ടറിനോട് പറഞ്ഞ് ഈ ഡിവൈസിൽ ഏതെങ്കിലും ഒന്ന് ഘടിപ്പിച്ചിട്ട് വേണം വരാൻ. കാരണം എൻ്റെ വെയിനൊന്നും കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു ഇത് കഴിഞ്ഞതും, ആ ഒരു കീമോ കഴിഞ്ഞതും എൻ്റെ വെയിനൊക്കെ കൂടെ അങ്ങ് കരിഞ്ഞു പോയി. അത്രയും ഞാൻ ആ ഒരു കീമോ കഴിഞ്ഞിട്ടുള്ള ഞാൻ എൻ്റെ വെയിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കളർ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കാണുന്നതെന്നറിയില്ല, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ കളറിന് വ്യത്യാസമുണ്ട്. കുറേ അധികം വെയിനുകൾ എനിക്ക് കരിഞ്ഞു പോയിരുന്നു. ഇവിടുത്തെ വലത് കൈ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ആ കയ്യിൽ കുറേ അധികം വെയിനുകൾ കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു കീമോയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതേ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് കീമോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഓരോ കീമോ കഴിയുമ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡോക്ടറിനെ വീണ്ടും കൊണ്ട് കാണിക്കണം. നമ്മുടെ ആരോഗ്യം വീണ്ടും പൂർവ്വസ്ഥിതിയിലായോ, അടുത്ത കീമോയ്ക്ക് നമ്മൾ റെഡിയായോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ ഡോക്ടറിനെ കാണേണ്ടിയിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴേ ഞാനിങ്ങനെ പറയുകയായിരുന്നു, ഇങ്ങനെ എൻ്റെ നേഴ്സ് സജസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ
എന്താണ് ഈ പിന്നെ കീമോ പോട്ടെന്നും പിക്ലൈനും എന്താണെന്നും അത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം അത് ഓൾറെഡി നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു, അത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം. കാരണം ഞാൻ ഈ ഒരു കീമോ ചെയ്യുമ്പോൾ ഞാൻ സഫർ ചെയ്യുന്നത് മറ്റുള്ളവർ എളുപ്പത്തിൽ വന്ന് ചെയ്തിട്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ടാവുന്നു, ദൃക്സാക്ഷിയായിരുന്നു. അപ്പോൾ അതും പിന്നെ അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്നും കൂടെ ഡോക്ടർ അന്ന് എനിക്ക് പറഞ്ഞു തന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് റൂബിന് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ വിട്ടു. അപ്പോൾ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഡോക്ടർ തന്നെ തന്ന കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതെന്ന് മനസ്സിലാക്കാനുള്ള പേപ്പർ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ വായിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം പിക്ലൈനും പോർട്ടും ഒക്കെ ഇടുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എൻ്റെ അനുഭവത്തിൽ നിന്നറിയാമല്ലോ. കാരണം ഇത്രയും സഫർ ചെയ്യേണ്ട നമ്മുടെ വെയിനെയൊക്കെ കരിച്ച് ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട, അതുപോലെ സൂചി കുത്താൻ ഓരോ വെയിന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുമാത്രം പ്രാവശ്യമാണ് കുത്തുന്നത് അല്ലേ. ഇപ്പം ഇതൊന്നുമില്ലാതെ നമ്മുടെ ചികിത്സയെ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഡിവൈസാണ് ഈ പിക്ലൈൻ ആയാലും കീമോ പോർട്ടായാലും. പിന്നെ എന്താണ് ഈ രണ്ട് പേരിൽ രണ്ട് സാധനങ്ങൾ എന്നൊരു സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ പിക്ലൈൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡിൽ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് 6 കീമോ ആണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 6 കീമോ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് പിക്ലൈനൊക്കെ ആയിരിക്കും. അതുപോലെ ഈ ലോങ് ആയിട്ടുള്ള ദീർഘകാലത്തേക്കുള്ള ഒരു ചികിത്സ, അതായത് 10ഉം 16ഉം കീമോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ 1 വർഷവും അങ്ങനെ നീണ്ടു നിൽക്കുന്ന ചികിത്സയുള്ളവർക്ക് പോർട്ടാണ് സജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം, ഈ പോർട്ട് ചെയ്യുന്നത് നെഞ്ചിലാണ്. പോർട്ട് നെഞ്ചിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാകുക. പിന്നീട് അധികം കാണാൻ പറ്റില്ല, അധികം ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാക്കില്ല ഒരു ചെറിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം. പക്ഷേ പിക്ലൈൻ എന്ന് പറയുന്നത് വലിയ ശസ്ത്രക്രിയയൊന്നും വേണ്ടി വരില്ല, ഒരു ചെറിയ അനസ്തേഷ്യ തന്നിട്ടാണ് അത് ചെയ്യുക. കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. പക്ഷേ പിക്ലൈനിലാണ് നമ്മൾ കുറേ അധികം ശ്രദ്ധിക്കാനുള്ളത്. കാരണം ഈസി ആയിട്ട് അത് ചെയ്യും എങ്കിലും അതിൻ്റെ ഒരു ട്യൂബ് പുറത്തോട്ടാണ് ഇരിക്കുക. അതാണ് നമുക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യം. കാരണം ഈ പുറത്തോട്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അത് നമ്മൾ കവർ ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോഴും വിയർക്കുമ്പോഴും ഒക്കെ നനയാതെ സൂക്ഷിക്കണം. നനഞ്ഞാലൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം കുളിക്കുക, നനയാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഇങ്ങനെ ഭാരമുള്ളത് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉയർത്തുമ്പോഴോ അല്ലെങ്കിൽ പിടിച്ചു വലിക്കുമ്പോഴോ ഒക്കെ ബ്ലഡൊക്കെ കോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇൻഫെക്ഷനോ അണുബാധയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിക്ലൈൻ ഇടുന്ന സമയത്ത് ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ അറിഞ്ഞല്ലോ, അനുഭവത്തിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗുണമുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടിയുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്തോ ഇല്ലയോ എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ. ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 6 കീമോയെ സജസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. അതിൽ ഓൾറെഡി 3 കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ കുറേ ഇത് വായിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കുഞ്ഞ് ലക്ഷ്മിയുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അധികം എപ്പോഴും അറിയാമല്ലോ, നമ്മൾ അമ്മമാരാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും. പിന്നെ അതിനെ പിടിച്ച് വലിക്കാനും അയാളെ എടുക്കുമ്പോഴും ഒക്കെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു 3 കീമോയും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഇടണമെന്ന് തോന്നില്ല ഡോക്ടർ, പകരം ഇതുപോലെ ഞാൻ എത്ര സമയം വേണമെങ്കിലും കിടന്നോളാം, എനിക്കിങ്ങനെ വളരെ വളരെ പതിയെ സോഫ്റ്റായിട്ട് ഡ്രോപ്പായിട്ട് ഇട്ടാൽ മതി, ഞാനങ്ങ് കിടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്നതിനർത്ഥം അത് സേഫ് അല്ല എന്നല്ല. ഈ പറഞ്ഞതുപോലെയാണ്, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ ചികിത്സാ സമയത്ത് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്, ഇതൊരു ചെറിയ കാലാവധി മാത്രമാണ്. ഈ ഒരു സമയവും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.